മധു, ഞാൻ തമ്പാനൂരിൽ തന്നെയാണ് ഉള്ളത്. എന്നോടൊപ്പം ഉള്ളത് ഞാൻ മാത്രമല്ല, ഇത് നമ്മൾ സ്ക്രീനിൽ വേറൊരാളെ കൂടി കാണാം. ഇത് നമ്മുടെ റിപ്പോർട്ടറിൻ്റെ വലിയൊരു ഫാനാണ്. അങ്ങ് കൊല്ലത്ത് നിന്ന് വന്ന ശാന്ത അമ്മയാണ്. നമ്മളിവിടെ ലൈവ് കൊടുക്കാൻ വന്നപ്പം ശാന്ത അമ്മ ഇങ്ങോട്ട് വന്ന് പറയായിരുന്നു, ഞാൻ ദാ ടി വിയിലൊക്കെ കാണും, വലിയ കലാകാരിയൊക്കെയാണ്, പാട്ടൊക്കെ പാടും, കോമഡിയൊക്കെ ചെയ്യും, വലിയ കലാകാരിയാണ്. അപ്പം ഞാൻ ചോദിച്ചൊരു പാട്ട് പാടിത്തരാമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ദൈവത്തിന് പൊങ്കാല ഇടാൻ വന്നതുകൊണ്ട് പാട്ട് പാടിത്തരത്തുന്നില്ല. ഇപ്പം പാടത്തില്ലല്ലേ? പാടില്ല. പൊങ്കാല എന്താണ് ഒരു ആഗ്രഹം ഇത്തവണത്തെ പൊങ്കാല ഇടുന്നതിന്റെ? നമ്മളെ വീട്ടിലെ എല്ലാ ദുഃഖങ്ങളും അമ്മ മാറ്റി തരണം. ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്? അയ്യോ, എത്ര വർഷം കൊണ്ട് വരുന്നു. ഞാൻ വർഷം തോറും വരും. എത്ര വർഷമായി? എന്നാലും കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയപ്പോൾ മക്കളെയും കൊണ്ടുവരും. ഇപ്പം മക്കളെല്ലാം കല്യാണം കഴിച്ച് മൂത്ത മോന് 40 വയസ്സുണ്ട്. പെൺപിള്ളേരെ എല്ലാം കൊണ്ടുപോയി അവരും ഒക്കെ ആയിട്ടൊക്കെ നമ്മൾ. ഇതിപ്പോൾ ഒറ്റയ്ക്കാണോ വന്നത്? ഒറ്റയ്ക്കാണ് വന്നത്. അപ്പം പിന്നെ വീട്ടിലുള്ളവരുടെ അടുത്തൊക്കെ ഒരു ഹായ് പറഞ്ഞു ടി വി കൂടെ ഒക്കെ ഇപ്പൊ കാണുമ്പോൾ? റിപ്പോർട്ടറിന് വലിയ ഫാനാണ് മധു. നമ്മുടെ രാവിലെ വാർത്ത വായിക്കുന്ന കീർത്തനെ, ശ്രുതിനെ എല്ലാവരും അന്വേഷിച്ചു, അതുപോലെ തന്നെ അരുൺ സാറിനെ അന്വേഷിച്ചു. അങ്ങനെ വലിയ ഫാനാണ് റിപ്പോർട്ടറിന്. എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളൊക്കെ വന്നിട്ടുണ്ടോ, എവിടെയാണ്, തിരുവനന്തപുരത്തുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളാരും വന്നിട്ടില്ല, കൊച്ചിയിലാണെന്ന് പറഞ്ഞു. ശരിക്കും എന്നെ കാണാൻ വന്നല്ല, നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഞാനിവിടെ പിടിച്ചു നിർത്തിയത് കൊണ്ട് നിന്നേ ഉള്ളൂ അല്ലേ? അതെ, അതേന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഇനിയിപ്പോൾ പോയി പൊങ്കാല ഇട്ടോ കേട്ടോ.